ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേഴ്സ്ഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ടെറസിലേക്കൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടൊക്കെ ആയിരുന്നു എന്ന്. പിന്നെ അതിനുശേഷം മഴയൊക്കെ പെയ്തപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ചായി. അങ്ങനെ ഞങ്ങളുടെ പനിയും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ എല്ലാവർക്കും ഭേദമായിട്ടുണ്ട്. അപ്പോൾ ആമി സ്കൂളിൽ പോയിട്ടുണ്ട്. ഇവർക്ക് ഓണത്തിന് ലീവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും തിരുവോണത്തിന് ലീവ് കിട്ടുന്നതാണ്. ഗവൺമെൻറ് ഹോളിഡേ ആണ്. ഇവിടെ നമുക്ക് ചെന്നൈയിൽ ലീവ് കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് ലീവില്ലായിരുന്നു. സൺഡേ ആയിരുന്നല്ലോ. അങ്ങനെ ആമി മൺഡേ തൊട്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആമിക്കിപ്പോൾ എക്സാം നടക്കുവാണ്. അവരുടെ ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ നമ്മുടെ ഗാർഡനിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനാണ് വന്നത്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് നന്നായിട്ട് വെയിലായ കാരണം കൊണ്ട് ഈ ചെടികളൊക്കെ ഒന്ന് വാടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാനും എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതായിട്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ ബാൽക്കണിയിലെ ചെടികളും നന്നായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. ഇവിടെ അത്യാവശ്യം ചൂടിറങ്ങുന്നൊരു സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഇതിനിടയിൽ നടക്കാനായിട്ട് പോയിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇന്നത്തെ റുട്ടീൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ദിവസത്തെ ഒരു നോർമലായിട്ടുള്ളൊരു ഡെയിലി റുട്ടീനാണ് കേട്ടോ. പിന്നെ 2 റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിലൊരെണ്ണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകാനായിട്ട് കയറിയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ലഞ്ച് ചെയ്തതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ആമിക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ ഓട്സ് കൊടുക്കത്തില്ല. കാരണം പെട്ടെന്ന് വിശക്കുമല്ലോ. കുട്ടികൾക്ക് അതിങ്ങനെ കൊടുക്കുന്നത് അധികം നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഓട്സാണ് കഴിക്കുന്നത്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട് ഞങ്ങൾ 2 പേരും. അപ്പോൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്സിനകത്ത് ഉപ്പിട്ടിട്ടാണ് കഴിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് ഓട്സ് കഴിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മളിങ്ങനെ മീഷോയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കോട്ടൺ ഡ്രസ്സാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും വീട്ടിലിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടതാണ്. ഒരു തവണ വാഷ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ് പുതിയ ഡ്രസ്സ് മാക്സിമം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇടാറുള്ളൂ. ഞാൻ ഈ ഒരു മോഡൽ കുർത്തി എടുക്കണമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് പുറത്തിടാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും സ്വെറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ചേരത്തില്ല. ഈ ഡ്രസ്സ് അധികം അത്ര നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഡ്രസ്സ് അല്ലല്ലോ. അതുകൊണ്ടാണ് ക്രേപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ പപ്പടമൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ ക്യാൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്ന്. ഞങ്ങളിത് ശരവണ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. മേടിച്ചിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ട്. നമ്മൾ ഈ വീട് വെച്ച സമയത്ത് വാങ്ങിയതാണ്. അന്ന് മേടിച്ചപ്പോഴത്തേക്ക് ഇത് ഒരു 200-നുള്ളിലാണ് റേറ്റ് ആയിട്ടുള്ളത്. 210 അത്രയോ എന്തോ ആണ് റേറ്റ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിറ്റൊക്കെ താങ്ങും കേട്ടോ. ഇതിൻ്റെ തന്നെ കുറഞ്ഞ മെറ്റീരിയലുണ്ട്, നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയിലുള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിത് ഒരു തവണ ഇതുപോലെ ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ശരവണയിൽ നോക്കിയപ്പോഴത്തേക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ ഈ ക്യാൻ വാട്ടർ വയ്ക്കാനായിട്ട് നല്ല ഈസിയാണ്, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ബേസിൽ ലീവ്സാണ്. അപ്പോൾ ബേസിൽ ലീവ്സ് ഞങ്ങൾ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് പറ്റും. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണതുളസി ഇല്ലേ, അതിൻ്റെ സെയിം അതേ മണമാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നല്ല മണമാണ് കേട്ടോ. നമ്മുടെ തുളസി ഇലയേക്കാളും മണമാണ്. തുളസി ചെടിയുടെ ഫാമിലിയിൽ വരുന്ന ഒരു ചെടി തന്നെയാണ് ഈ ബേസിൽ ലീവ്സും. അങ്ങനെ ഞങ്ങൾ പോകുന്ന മാർക്കറ്റിൽ അവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഈ രണ്ടാമത് കാണിച്ചത് ലീക്സ് എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിപ്പൂവ് പോലെയാണ്
ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. കാണാനും ഉള്ളിപ്പൂവിനേക്കാളും കുറച്ചും കൂടി വലിയ ലീഫായിരിക്കും. ഉള്ളിപ്പൂവിൻ്റെ ഒരു പരന്ന ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഉള്ളിപ്പൂവ് ഇങ്ങനെ ഉരുണ്ടല്ലേ ഇരിക്കുന്നത്, ഇത് കുറച്ചും കൂടി പരന്നാണ് ഇരിക്കുന്നത്. ഞങ്ങളിതൊരിക്കൽ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതിൻ്റെ പേര് ലീക്ക് എന്നാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇത്. കാരണം കൂടുതലായിട്ടും പുറത്ത് രാജ്യത്തെ ആൾക്കാരാണ് കൂടുതലും കഴിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് തോരൻ ചെയ്യാൻ പറ്റും, പിന്നെ മുട്ടയൊക്കെ ചേർത്തിട്ട് മസാല പോലെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഹസ്ബൻഡ് ക്ഷേത്രത്തിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഞാനിത് കുറച്ചെടുത്ത് തോരൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ ഒരു തവണ വാങ്ങി വെച്ച് കഴിച്ചതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചും കൂടി മുട്ടയിട്ട് വെക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് മുട്ട ഇല്ലാത്തത് കൊണ്ട് ഇതും സവോളയും ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് മണ്ണ് കാണും. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തണ്ടിൻ്റെ ഒരു പോർഷനൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നൈസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് തോരൻ പോലെ വെക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾ മുന്നേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഞങ്ങളിത് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നത് കൊണ്ട് ആദ്യം ഞങ്ങൾ തോരൻ പോലെയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം മസാല പോലെ ഒരു കറിയും ഉണ്ടാക്കി നോക്കി. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഉള്ളിപ്പൂവിൻ്റെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു അര സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലീക്സിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇടാതെയും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡയറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരക ഇടാതെ ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങ ചിരകാനായിട്ട് മടിയായതുകൊണ്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം, ഒരു 3/4 സ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തേങ്ങയിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ ഒന്ന് കുഴഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ചുമ്മാതെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് ഇതുപോലെ മസാല ചേർത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിന്ന് ഉച്ചക്കലത്തെ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ടൊമാറ്റോ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം ഒന്ന് ടെറസിലേക്ക് ഞാനൊന്ന് കയറിയതാണ് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ കുറേ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ചെടികൾ വരുമ്പോൾ അതൊന്ന് നോക്കി നിൽക്കാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ. നമ്മുടെ നിത്യകല്യാണി ചെടി ഒരുപാട് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. 2-3 തൈകൾ പ്രത്യേകിച്ച് മാറ്റി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3-4 പോട്ട്സിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൃഷ്ണതുളസിയൊക്കെ നന്നായിട്ട് പൂത്ത് കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ടെറസിൻ്റെ മേലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചു. രാവിലെ ഞാൻ തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ തുണികൾ കഴുകി വിരിച്ചതാണ്. പിന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഞാനിങ്ങനെ വന്ന് നമ്മുടെ ചെടികളെയൊക്കെ നോക്കി നിന്നിട്ടേ താഴേക്ക് പോകാറുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഗാർഡനിലൊക്കെ ഒന്ന് നിന്നിട്ടാണ് പോയത്. മേലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ആമി സ്കൂൾ വിട്ട് വരും, അതിന് മുന്നേ എന്തായാലും അവൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്സും കൂടി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞാനിന്ന് ചില്ലി ചപ്പാത്തിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വിനായക ചതുർത്ഥിയുടെ അന്ന് പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ഞങ്ങൾ മസാല ദോശ മേടിച്ചപ്പോൾ ഇതുപോലെ ചില്ലി ചപ്പാത്തിയും കൂടി ഹസ്ബൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടേസ്റ്റ് കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു ദിവസം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. അങ്ങനെ ഞാനിന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു.
അപ്പോൾ അത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായി നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ്. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ സവോളയും, ഞാൻ കുറച്ച് ക്യാബേജ് ഇട്ടിട്ടുണ്ട്. ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. സാധാരണ ചില്ലി ചിക്കനിലൊന്നും അങ്ങനെ അധികം ക്യാബേജ് ഒന്നും ഇടാറില്ല. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ടേസ്റ്റ് ഒരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസ്, ഒരു 1.5 അടപ്പോളം സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചില്ലി ചിക്കൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഫ്ലോർ മാവില്ലേ, കോൺഫ്ലോർ ഇല്ലേ, അതിനകത്ത് കുറച്ച് വെള്ളം, ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് കലക്കി ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് ടെക്സ്ചർ വരുന്നത്. ഇതിന് കുറച്ച് സോസ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ കുറച്ചൊന്ന് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 സ്പൂണോളം, ഒരു ചെറിയ സ്പൂണിൽ 1/2 സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ചമുളക് കുറവായതുകൊണ്ട് ഞാനിത് ചേർത്തില്ല. അതുപോലെ ആമിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ ക്യാപ്സിക്കം പല നിറത്തിലുള്ള കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചപ്പാത്തിയും കൂടി ഇട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റാണ് നിങ്ങൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും. ഇതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് അഭിപ്രായം പറഞ്ഞാൽ മതി. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.